സൂറത്തുൻ നിസായിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിശ്ചയം അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല മൻ കാന ഖവ്വാനൻ നസീമാ, വഞ്ചനയും ചതിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന പാപിയെയും മഹാപാപിയെയും മഹാവഞ്ചകനായിട്ടുള്ളവനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നതേ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളൊക്കെ ഒരു ജോലി ചെയ്യുന്നവരാണ്. നിത്യജീവിതത്തിൽ മുസ്ലിമിന്റെ ഒരു ദിവസമല്ലേ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ശ്രദ്ധിക്കണം. എനിക്ക് നിശ്ചയിക്കപ്പെട്ട മണിക്കൂറുകൾ, സമയം, എത്ര മണിക്കാ ഞാൻ അവിടെ ചെല്ലേണ്ടത്, ആ കൃത്യസമയം പാലിക്കണം. ജോലി തുടങ്ങുകയാണ്, ആ ശമ്പളം നമുക്ക് ഹലാലാവണമെങ്കിലായി പറയണതേ കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാവണം. എപ്പോഴാണോ പോകാനുള്ള അനുവാദമുള്ളത് അത് കൃത്യസമയത്ത്, ആ കൃത്യസമയത്ത് തന്നെ തിരിച്ചു പോരാ. ചെല്ലുന്നതും പോരുന്നതും ഒക്കെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്താകണം. വഞ്ചന കാണിക്കാൻ പാടില്ല. തനിക്ക് ഉപയോഗിക്കൽ അനുവദനീയമല്ലാത്തത് ഉപയോഗിക്കൽ ഹറാമാണ്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, അവിടെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ട്, അവിടെ ടെലിഫോൺ ഉണ്ട്, അവിടെ നെറ്റ് സൗകര്യങ്ങളുണ്ട്. കമ്പനിയുടെയും നിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് മാത്രമല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് കരാറെങ്കിൽ നിന്റേതായ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അവ ഉപയോഗിച്ചുകൂടാ. അത് ദീനിന് വേണ്ടിയാണെങ്കിൽ പോലും ഉപയോഗിച്ചുകൂടാ. ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ട്, അത് നിന്റെ ഉദ്യോഗസ്ഥ നിനക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവിടെയുള്ള കർമ്മങ്ങൾ, വർക്കുകൾ മാത്രം ചെയ്യാൻ, വേറൊന്നിനും ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നാണെങ്കിൽ നീ അതിൽ നിന്നൊരു ഇസ്ലാമികമായ ഒരു പ്രസിദ്ധീകരണത്തിന്റെ ഒരു നല്ലൊരു ലേഖനം, തത്വമുണ്ടാക്കുന്ന ഒരു ലേഖനം ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോലും പാടില്ല. നല്ല കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ നിന്റെ മേലുദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ നിന്റെ മുതലാളിയുടെ അനുവാദം വാങ്ങിയിരിക്കണം. അനുവാദം എപ്പോഴും വാങ്ങണ്ട, മൊത്തം ആദ്യം വാങ്ങി വെച്ചതാണെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെ പാടില്ലെന്നാണെങ്കിൽ പാടില്ല. അവിടുത്തെ ഒരു വസ്തുക്കളും നിനക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല, നിന്റേതായ പ്രൈവറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി. അമാനത്തിൽപ്പെട്ടതാണ് സഹോദരന്മാരെ. മാത്രമല്ല, ജോലി ചെയ്യാതെ ആ സമയത്ത് നല്ല കാര്യങ്ങൾ പോലും ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് ഏൽപ്പിക്കപ്പെട്ട മണിക്കൂറുകൾ അയാൾ ജോലി ചെയ്യാതെ അങ്ങനെ ഇരിക്കുക. എന്താ, ഞാൻ ഇപ്പൊ കുറച്ച് മൂടില്ല, കുറച്ച് ഖുർആൻ ഓതട്ടെ. ഖുർആൻ ഓതി ഇരിക്കാൻ പറ്റിയതാണോ? അയാൾ അതിനാണോ അവിടെ ശമ്പളം കൊടുക്കുന്നത്? അയാള് അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം മൂടില്ല, കുറച്ച് CD കേൾക്കട്ടെ. അയാളുടെ തൊഴിൽ നിർത്തിവെച്ചുകൊണ്ട്, ഒരാൾക്ക് സമയമുണ്ട്, ഒരാളുടെ ജോലി സ്ഥലത്ത് അയാൾക്ക് സൗകര്യമുണ്ട്, സമയമുണ്ട്, എങ്കിലും ഇതൊക്കെ ആവാം. തന്റേതായ ജോലി നിർത്തിവെച്ച് അതിൽ കൃത്യവിലോപം കാണിച്ചിട്ട് നന്മ പോലും ചെയ്യാൻ പാടില്ല. ഒരു നല്ല കാര്യം, പല ആളുകളും ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇരിക്കും, വാട്സപ്പ് ഉപയോഗിക്കും, ഫോണിൽ അങ്ങനെ ഇരിക്കും. എന്താ, അപ്പൊ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്താ, ഞാൻ നല്ല കാര്യമല്ലേ ചെയ്യുന്നു, ഞാൻ ഒരു ക്ലാസ് കേൾക്കല്ലേ, ഞാനൊരു ഖുതുബ കേൾക്കല്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു നല്ലൊരു മെയിൽ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് ഫോർവേഡ് ചെയ്യല്ലേ? പാടില്ല. നിനക്ക് അനുവദിക്കപ്പെട്ട കാര്യമായിരുന്നാലും പുണ്യകർമ്മമായിരുന്നാൽ പോലും കൃത്യവിലോപം കാണിച്ചുകൊണ്ട് നിന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയിൽ അത് അനുവദിക്കപ്പെടാത്തൊരു കാര്യം ഒരു സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. അതേ അവസരത്തിൽ ഇത് തന്നെ ഇത്രത്തോളം ഗൗരവമാണെങ്കിൽ